പാഠം 385. വലിയ ചെറിയ നഷ്ടങ്ങൾ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. രാജേന്ദ്ര സാർ പറഞ്ഞിരുന്നു. സത്യത്തിൽ ഇന്ന് താലൂക്ക് ഓഫീസിൽ വന്ന് സാറിനെ കണ്ട് കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു ഞാൻ. സാറിനറിയാലോ, ഇത് കുറച്ച് സമയം വേണ്ട ജോലിയാണ്. എന്തായാലും അടുത്ത വെള്ളിയാഴ്ച ഉറപ്പായും സാർ. സാറിനറിയാലോ, മോഹനകൃഷ്ണൻ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ മാറ്റം ഉണ്ടാവില്ലെന്ന്. ശരി സാർ. രാവിലെ തന്നെ മുടിഞ്ഞ ആത്മപ്രശംസയാണല്ലോ. ആരായിരുന്നു? തഹസിൽദാരോ ഡെപ്യൂട്ടി തഹസിൽദാരോ? തഹസിൽദാർ. ചുമ്മാതല്ല സ്വയം പുകഴ്ത്തി ഇങ്ങനെ തകർത്തത്. ഞാൻ ആത്മപ്രശംസ നടത്തിയല്ല, ഒരു കാര്യം പറഞ്ഞതാ. മോഹനകൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് മാറില്ല എന്ന് സാറിന് അറിയാമല്ലോ എന്നാണ് ചോദിച്ചത്. അത് തഹസിൽദാർക്ക് നേരത്തെ അറിയാവുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞ് സമ്മതിച്ചു. എന്തായാലും എന്റെ മോഹനേട്ടനെ സമ്മതിക്കണം. കേരളത്തിൽ ഇത്ര കൃത്യമായിട്ട് വാക്ക് പാലിക്കുന്ന വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥനും ഉണ്ടാവില്ല. ഭാമേ, വാക്ക് പാലിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സു മാത്രം പോരാ, കുറച്ച് ബുദ്ധി വേണം. ഉദാഹരണത്തിന്, മെനിഞ്ഞാന്ന് ഡെപ്യൂട്ടി തഹസിൽദാർ രാജേന്ദ്ര സാറ് എന്നെ വിളിച്ച് റീസർവേ കഴിഞ്ഞ മുഴുവൻ ഭൂമിയുടെയും ലിസ്റ്റ് ചോദിച്ചു. തഹസിൽദാർ ആവശ്യപ്പെട്ടിട്ടാണ് തഹസിൽദാർ വിളിച്ചോളും എന്നും പറഞ്ഞു. സാധാരണ ഉദ്യോഗസ്ഥരാണെങ്കിൽ തഹസിൽദാർ വിളിക്കുന്നത് വരെ കാത്തിരിക്കും. പക്ഷെ ഞാനോ, മെനിഞ്ഞാന്ന് രാജേന്ദ്ര സാർ വിളിച്ചു വെച്ച ഉടനെ ജോലിയും തുടങ്ങി. ലിസ്റ്റ് ഉണ്ടാക്കണമെങ്കിൽ കുറഞ്ഞ ഒരു 4 ദിവസമെങ്കിലും എടുക്കും. പക്ഷേ ഞാൻ ജോലി പകുതിയായി കഴിഞ്ഞു. ഇനി എനിക്ക് 2 ദിവസം ജോലി ബാക്കിയുള്ളൂ. അതുകൊണ്ട് തഹസിൽദാർ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു ഉടനെ ജോലി തുടങ്ങാമെന്ന്. ഞാൻ ജോലി തുടങ്ങി കഴിഞ്ഞ കാര്യം പുള്ളിക്കാൻ അറിയില്ലല്ലോ. അതുകൊണ്ടാണ് എനിക്ക് 4 ദിവസം സമയം തന്നത്. ബാക്കി പറയണ്ട, എനിക്ക് കാര്യം പിടികിട്ടി. 4 ദിവസത്തിനുള്ളിൽ മോഹനകൃഷ്ണൻ റിപ്പോർട്ട് തയ്യാറാക്കി ചെല്ലുമെന്നാണ് തഹസിൽദാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ മോഹനേട്ടൻ ഇനി 2 ദിവസം മതി. ചുരുക്കത്തിൽ ജോലി തീർക്കാമെന്ന് പറഞ്ഞതിന്റെ 2 ദിവസം മുന്നേ റിപ്പോർട്ട് തയ്യാറാക്കി താലൂക്ക് ഓഫീസിൽ എത്തിക്കുന്നതോടെ മോഹനകൃഷ്ണൻ ഒരു പുലിയാണെന്ന് തഹസിൽദാർ കരുതും. അതെ, ഇത്തരം ചില പൊടിക്കൈകൾ സർക്കാർ സർവീസിൽ അത്യാവശ്യമാണ്. ചെയ്യേണ്ട ജോലിയുടെ ഭാരം പരമാവധി കൂട്ടി പറയുക, എന്നിട്ട് പറഞ്ഞ സമയത്തിന് മുമ്പേ ജോലി തീർക്കുക. വെള്ളിയാഴ്ചയെങ്കിലും റിപ്പോർട്ട് തീർത്താൽ മതിയായിരുന്നു എന്ന് തഹസിൽദാർ കരുതിയിരിക്കുമ്പോ ബുധനാഴ്ചയെ റിപ്പോർട്ട് റെഡി. ചുരുക്കത്തിൽ ഇത്തരം തട്ടിപ്പോളിലൂടെയാണ് മോഹനകൃഷ്ണൻ സാറ് ജീവിച്ചു പോകുന്നത്. ഒരു നല്ല സർക്കാർ ഉദ്യോഗസ്ഥനാവാൻ ആത്മാർത്ഥതയും സത്യസന്ധതയും മാത്രം പോരാ, നല്ല ഭാവനയും വേണമല്ലേ? ഇത് ഭാവനയല്ല, ബുദ്ധിയാണ്. നിനക്കതില്ല, എനിക്കതുണ്ട്. വരുന്നു. എന്താ മോനേട്ടാ? 2500 രൂപയുണ്ട്. ഇത് മാധവൻകുട്ടിയുടെ പലചരക്കിടയിൽ കൊടുക്കാനുള്ള പൈസയാണ്. ഇന്ന് കൊടുക്കാമെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ പോകുന്ന സമയത്ത് മാധവൻകുട്ടി കട തുറക്കില്ല. നീ പോകുമ്പോ കൊടുക്കണം. അയ്യോ, ഞാനിത് നേരത്തെ ഇറങ്ങും മോഹനേട്ടാ. മാധവൻകുട്ടി കട തുറക്കുന്ന 10 മണിക്കല്ലേ, എനിക്ക് അതിന് മുന്നേ പോണം. എന്നാലും കുഴപ്പമില്ല, നീ 4 മണിക്ക് മുമ്പ് തിരിച്ചു വരില്ലേ, അപ്പൊ കൊടുത്താൽ മതി. ഞാൻ വരുമ്പോ 5:15 ആ സമയത്ത് മാധവൻകുട്ടി അമ്പലത്തിലായിരിക്കും. അവൻ അമ്പല കമ്മിറ്റിയിലുണ്ടല്ലോ. ശരി, കൊടുത്തോളാം. നീ എന്താ എണ്ണി നോക്കായിരുന്നത്? മോഹനേട്ടൻ എണ്ണിട്ടല്ലേ തന്നത്? ഞാൻ എണ്ണിയോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. പണം ആര് തന്നാലും അത് എണ്ണി നോക്കിട്ടേ വാങ്ങാവൂ. എന്റെ മോഹനേട്ടാ, എന്റെ കക്ഷികൾ ആരെങ്കിലും ആണ് ഈ പൈസ തന്നിരുന്നെങ്കിൽ ഞാൻ എണ്ണി നോക്കിട്ടേ വാങ്ങുള്ളൂ. പക്ഷെ ഇത് മോഹനേട്ടൻ തന്ന പൈസയല്ലേ, അതെന്തിനാ ഞാൻ എണ്ണണേ? എന്തായാലും മോഹനേട്ടൻ എന്നെ പറ്റിക്കില്ലല്ലോ. പറ്റിക്കുന്നതല്ല പ്രശ്നം. ഞാൻ എണ്ണിയപ്പോൾ അബദ്ധത്തിൽ എണ്ണം തെറ്റിപ്പോയതാണെങ്കിലോ? 25 100-ന്റെ നോട്ടുകൾക്ക് പകരം ഇത് 24 മാത്രമേ ഉള്ളൂ എന്ന് കരുതുക. ഞാൻ അത് എണ്ണിയതാണെന്ന് കരുതി 2500 രൂപയുണ്ടെന്ന് പറഞ്ഞ് നീ ഇത് മാധവൻകുട്ടിയുടെ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ സംഭവിച്ചാൽ മാധവൻകുട്ടി എന്ത് കരുതും? ഞാൻ അവനെ പറ്റിക്കാൻ ശ്രമിച്ചു എന്നല്ലേ കരുതും. മാധവൻകുട്ടി ഇത് വാങ്ങുമ്പോ എണ്ണി നോക്കില്ലേ? അപ്പൊ 100 രൂപ കുറവാണെങ്കിൽ എന്നോട് പറയും, അതാ ഞാനതും കൊടുക്കും. 100 രൂപ കൂടുതലാണെങ്കിലോ? അബദ്ധം പറ്റിയതാണെന്ന് കരുതി മാധവൻകുട്ടി ആ 100 രൂപ കൈക്കലാക്കിയാലോ? അധ്വാനിച്ചുണ്ടാക്കിയ 100 രൂപയാണ് അവിടെ നഷ്ടമാവുന്നത്. മോഹനേട്ടാ, എന്തായാലും ഇത് കാശിന്റെ കാര്യമായതുകൊണ്ട് മോഹനേട്ടന്റെ എണ്ണം തെറ്റില്ല എന്ന് എനിക്ക് ഉറപ്പല്ലേ?
അല്ല ഇനിയിപ്പൊ എണ്ണം തെറ്റിയാലും അതൊരിക്കലും കൂടില്ല, കുറയേ ഉള്ളൂ. ആള് എന്റെ മോഹനേട്ടനല്ലേ? എന്നാലും അതൊന്ന് എണ്ണി നോക്കാൻ നിനക്ക് വയ്യ. എന്റെ അമ്മോ, ഞാൻ എണ്ണി നോക്കാം. ടീച്ചറാ, 1, 2, 3, 4, 5. കൃത്യം 2500. തീർന്നല്ലോ പ്രശ്നം. ഇനിയെങ്കിലും എനിക്ക് എന്റെ പാട് നോക്കി പോവാലോ. ടീച്ചറാ, എന്താണ്? നീ എന്തിനാ ഈ പൈസ വെച്ചിട്ട് പോയത്? അതിവിടെ ഇരുന്നോട്ടെ, ഞാൻ ആവശ്യം പഠിച്ചോളാലോ. എങ്കിലും ഇത് പൈസയല്ലേ? പൈസ ഇങ്ങനെ അലക്ഷ്യമായിട്ടാണ് എടുത്തത്. ഇത് നമ്മുടെ വീടല്ലേ മോഹനേട്ടാ? ഇവിടെ കേറി വന്ന് ആരാണ് ഇത് മോഷിച്ചോണ്ട് പോവാൻ? ആരെങ്കിലും വന്നാലോ? ഇവിടെ കയറി ഈ കാശ് മോഷ്ടിക്കാൻ ധൈര്യമുള്ള ഒരൊറ്റ കള്ളൻ ഈ കേരളത്തിലുണ്ട്. ആ കള്ളനാണ് ഈ കാശ് എന്റെ കയ്യിലേക്ക് തന്നത്. പിന്നെ ആരാ ഇത് മോഷ്ടിക്കാൻ? എന്നാലും അതെടുത്ത് സൂക്ഷിച്ചു വെക്കാൻ നിനക്ക് വയ്യ. രാവിലെ വഴക്കിനൊരു കാരണം അന്വേഷിച്ചതാണെങ്കിൽ അതിന് ഇതൊരു കാരണമാവണ്ട. എന്റെ പൊന്നെ, നീ ഇത് ഞാൻ സൂക്ഷിച്ചു വെച്ചോളാം. എന്റെ അമ്മോ, ഇങ്ങനെയുണ്ട് ഒരു ചിട്ട. എന്ത് ചെയ്യണമെങ്കിലും ചിട്ട. ശ്വാസം വലിക്കേണ്ടത് എങ്ങനെയാണെന്നതിന് പോലും ചിട്ടയാണ് ഇവിടെ. ഇങ്ങനെ വില്ലേജ് ഓഫീസർ ആക്കുന്നതിന് പകരം ഏതെങ്കിലും പട്ടാള ക്യാമ്പിൽ അയക്കേണ്ടതായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ മോഹനേട്ടന്റെ ചിട്ടയെ പറ്റി ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു. നീ പറഞ്ഞൊക്കെ ഞാൻ കേട്ടു. കേട്ടായിരുന്നു. പണം എന്ന് പറയുന്നത് വളരെ മൂല്യമുള്ളൊരു വസ്തുവാണ്. നമ്മുടെ ഇന്നത്തെ ലോകത്ത് പണമില്ലാതെ ഒന്നും നടക്കില്ല. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. എന്റെ മോഹനേട്ടാ, ഒരു പ്രാവശ്യം ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ വീടല്ലേ, വീട്ടിൽ പണം അത്ര സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? വീട്ടിൽ നിന്ന് നമ്മൾ ശീലിക്കുന്നതാണ് പുറത്തു പോകുമ്പോഴും നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഒരു കാര്യം അലക്ഷ്യമായി ചെയ്യുന്ന നീ ആഫീസിൽ പോകുമ്പോഴും അത് ചെയ്യില്ലേ? നിന്റെ ആഫീസിൽ ഒരു ദിവസം എത്ര പേരാണ് വന്നോന്ന് അറിയില്ലേ? ഇപ്പൊ നീ ചെയ്തതുപോലെ പണം മേശപ്പുറത്ത് വലിച്ചു വാരിയിട്ടാൽ അവിടെ വരുന്ന ആരെങ്കിലും അതെടുത്തോണ്ട് പോയില്ലേ? എന്റെ ഓഫീസിൽ വരുന്ന ആരും അങ്ങനെ ചെയ്യില്ല. നിന്റെ ആഫീസിൽ വരുന്നവരെ അത് ചെയ്യൂ. അവിടെ വരുന്നത് കള്ളന്മാരും കൊലപാതകളും പിടിച്ചുപറിക്കാരുമാണ്. മാന്യന്മാർക്ക് വക്കീൽ ആഫീസിൽ വരേണ്ട കാര്യം എന്താണ്? മോഹനേട്ടാ മതി. ഇനി ഈ തർക്കം എങ്ങോട്ടാ പോകുന്നത് എനിക്കറിയാം. വക്കീലന്മാരെല്ലാം മോശക്കാരാണ്. ഈ ലോകത്തിൽ മാന്യനായ ഒരേ ഒരാളേ ഉള്ളൂ, അത് വില്ലേജ് ഓഫീസർ മോഹനകൃഷ്ണൻ സാറാണ് എന്നല്ലേ ഇനി പറയാൻ പോകുന്നത്? അത് കേൾക്കാൻ എനിക്ക് സമയമില്ല. ആഹാ, മോഹനേട്ട പറഞ്ഞതുപോലെ പൈസ പേഴ്സിൽ വെച്ചിട്ടുണ്ട്. തീർന്നല്ല പ്രശ്നം? തീർന്നില്ല. പണം സമ്പാദിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടതാണ് പണം ആവശ്യത്തിന് മാത്രം ചെലവാക്കുകയും ബാക്കിയുള്ളത് സൂക്ഷിച്ചു വെക്കണമെന്നും. മോഹനേട്ടന്റെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരമായി കാശ് എവിടെയോ കൊണ്ടേ വെക്കാൻ തോന്നൂലോ. ഇത്രയും കാലത്തിനിടയ്ക്ക് എന്റെ കയ്യിൽ നിന്ന് 1 രൂപ പോലും നഷ്ടപ്പെട്ടു പോയിട്ടില്ല. കാശുണ്ടാക്കാൻ അറിയാമെങ്കിൽ അത് സൂക്ഷിക്കാനും എനിക്കറിയാം. മോഹനേട്ടൻ പോയി ഏതെങ്കിലും 10 വയസ്സുള്ള കൊച്ചിന് ക്ലാസ് എടുക്കാൻ നോക്ക്. എനിക്ക് വേറെ ജോലി ഉണ്ട്. മുതിർന്നവരൊരു കാര്യം പറയുമ്പോ അത് കേൾക്കാൻ മനസ്സില്ല. നീ അനുഭവിക്കുമ്പോ പഠിച്ചോളൂ. അഹങ്കാരി. ഇനി ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നിട്ട് എന്താ പ്രഭേ കാര്യം? പോവാനുള്ളത് പോയി, അത് പോട്ടെ എന്ന് പറഞ്ഞാൽ എങ്ങനെ കാഞ്ഞിര സാറേ? രൂപ 1-2 അല്ല 600 പോയത്. ഒരു പുതിയ ചുരിദാർ വാങ്ങാനായിട്ട് ഞാൻ മാറ്റി വെച്ചിരുന്ന കാശാ. എന്റെ സ്വയംപരപ്പ് സാറേ, ഞാൻ പറയുമ്പോ നിങ്ങൾ സമ്മതിച്ചില്ല എന്ന് എനിക്കറിയാം. എന്നാലും കാശ് സൂക്ഷിക്കുന്ന കാര്യത്തിൽ പെണ്ണുങ്ങൾ പണ്ടേ അത്ര പോരാ. ശിശുപാലൻ ചേട്ടൻ പറയുന്ന കേട്ട ഞാൻ എന്തോ മനഃപൂർവ്വം കാശ് കളഞ്ഞതുപോലെ തോന്നുമല്ലോ. സ്കൂട്ടറിന്റെ സീറ്റിന്റെ അടിയിലെ ക്യാബില്ല ഞാൻ എന്നും പേഴ്സ് വെക്കുന്നത്. പെട്രോൾ അടിക്കാനായിട്ട് പമ്പിൽ കയറിയപ്പോ എന്തായാലും പേഴ്സ് അതിനകത്തുണ്ടായിരുന്നു. പേഴ്സ് തിരിച്ചു വെച്ച് ലോക്ക് ചെയ്തതാ. എന്നിട്ടാ ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ കയറിയത്. പക്ഷെ മെഡിക്കൽ സ്റ്റോറിൽ കയറിയിട്ട് തിരിച്ചു വന്നപ്പോ പേഴ്സ് കണ്ടില്ല. ആ ദ്രോഹി എങ്ങനെ അടിച്ചു മാറ്റിയെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവണില്ല. സംഭവിച്ചെന്താണെന്ന് ഞാൻ പറയാം. പ്രൊഫസർ പെട്രോൾ അടിച്ച് സീറ്റ് തിരിച്ചടച്ചപ്പോ ലോക്കായി കാണില്ല. മെഡിക്കൽ സ്റ്റോറിന്റെ മുന്നിൽ വണ്ടി നിർത്തി പ്രൊഫസർ പോയപ്പോ ഏതോ ഒരുത്തൻ അത് തുറന്ന് പേഴ്സ് എടുത്തു. തിരിച്ച് ഭംഗിയായിട്ട് ലോക്ക് ചെയ്തിട്ട് പോവുകയും ചെയ്തു. ശിശുപാലൻ ചേട്ടൻ പറയുന്നത് കേട്ട സംഭവം കണ്ടതുപോലുണ്ടല്ലോ. ഇനി അത് പറഞ്ഞു ഒടുവിൽ പേഴ്സ് അടിച്ചു മാറ്റിയ ഞാനാണെന്ന് പറയാതിരുന്നാ മതി. ഇക്കാലത്ത് ഒരിക്കലും നടന്നത് പറയാൻ പാടില്ലല്ലോ. എന്താ ഇവിടെ?
രാവിലെ ആഫീസിൽ വന്ന് വട്ടം കൂടിയിരുന്ന് തമാശ പറയാനാണോ സർക്കാർ നിങ്ങൾക്ക് മാസം മാസം ശമ്പളം തരുന്നത്? ചോദിച്ചത് കേട്ടില്ലേ? അതല്ല സർ, പ്രൊഫസറിന്റെ പേഴ്സ് മോഷണം പോയി. അതിൽ 600 രൂപ ഉണ്ടായിരുന്നു. പ്രഭ വന്നപ്പോ മുതൽ അത് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയായിരുന്നു. ഞങ്ങളൊന്ന് ആശ്വസിപ്പിച്ചതാ. പണം സൂക്ഷിക്കാൻ അറിയാത്തവർക്ക് അങ്ങനെ പല അബദ്ധവും പറ്റും. നിങ്ങളെപ്പോലെ സ്ത്രീകളെ ഒന്ന് ഉപദേശിക്കാന്ന് വെച്ചാ അത് നിങ്ങൾ സമ്മതിക്കില്ലല്ലോ. ഞാനത് പറയായിരുന്നു സർ. ആ ശിശുപാല, എന്താ സർ? തഹസിൽദാർ രാവിലെ വിളിച്ച് ആ പുറംപോക്കിന്റെ ലിസ്റ്റ് തയ്യാറാക്കുന്ന കാര്യം പറഞ്ഞിരുന്നു. വെള്ളിയാഴ്ച കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച ആക്കണ്ട സർ, നമുക്കത് വ്യാഴാഴ്ച തന്നെ കൊടുക്കാം. വ്യാഴാഴ്ച അല്ല, ബുധനാഴ്ച. ഇന്നും നാളെയും കൂടി മെനക്കെട്ടാത്തിരുന്ന ജോലിയേ ഉള്ളൂ. ബുധനാഴ്ച രാവിലെ ഞാൻ ലിസ്റ്റ് തഹസിൽദാരുടെ മേശപ്പുറത്ത് വെച്ചിരിക്കും. കാഞ്ചന സാറേ, മോഹനേഷ സാറിന്റെ പുതിയ നമ്പർ കണ്ടു. ജോലി കൂടുതലുണ്ടെന്നും പറഞ്ഞ് വെള്ളിയാഴ്ച വരെ സമയം ചോദിക്കുക. എന്നിട്ട് നമ്മളെ കൊണ്ട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ബുധനാഴ്ച രാവിലെ ലിസ്റ്റ് താലൂക്ക് ഓഫീസിൽ എത്തിക്കുക. അതോടെ തഹസിൽദാരുടെ മുന്നിൽ മോഹനേഷ സാർ മിടുക്കനാവും. എങ്ങനെയുണ്ട് ബുദ്ധി? സ്വയംപ്രഭ സാറേ, ഈ പോയ 600 കാര്യം ആലോചിക്കാതെ ജോലി ചെയ്യാൻ നോക്കും. എന്നെ കൊണ്ട് വയ്യ. ഇന്നല്ലെങ്കിൽ നാളെ പുതിയൊരു ചുരിദാർ വാങ്ങാൻ ഇരുന്നതാ ഞാൻ. എന്റെ അമ്മച്ചി ആ കാശ് പോയത് ഓർത്തിട്ട് സഹിക്കുന്നില്ല. റിപ്പോർട്ട് നിങ്ങൾ എന്നെ അങ്ങ് എഴുതിയാ മതി. സ്വയംപ്രഭേ, ഈശ്വരാ, ഞാൻ പറയുന്നത് കേട്ടോ? മുടിഞ്ഞ ചെവിയാ സാറിന്റെ, കേട്ട് കാണും. എന്നാ പിന്നെ ഇന്ന് പ്രഭ സാറിന് ഓണാ. ചെല്ല്. ഐശ്വര്യമായിട്ട് പോയിട്ട് വാ. സാർ, സാർ വിളിച്ചിരുന്നു. സ്വയംപ്രഭയുടെ എത്ര രൂപ പോയെന്നാ പറഞ്ഞത്? 600 രൂപ. ആ 600 രൂപ ഞാനാണ് മോഷ്ടിച്ചതെന്ന് സ്വയംപ്രഭയ്ക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സാർ. ആ പണം നഷ്ടപ്പെടാൻ ശിശുപാലനും കാഞ്ചനയും കാരണമായിട്ടുണ്ടോ? ഇല്ല സാർ. കേരള സർക്കാർ ഇതിലിടപെട്ടിട്ടുണ്ടോ? കേരള സർക്കാരോ? ഇല്ല സാർ. അപ്പൊ പിന്നെ സ്വയംപ്രഭയുടെ ശ്രദ്ധക്കുറവുകൊണ്ട് പണം നഷ്ടപ്പെടുന്നതിന്റെ പേരിൽ കേരള സർക്കാരിന്റെ വില്ലേജ് ഓഫീസിൽ നടക്കേണ്ട ജോലികൾ ചെയ്യില്ല എന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? പണം സൂക്ഷിക്കാൻ പഠിക്കണം. എന്നെ പോലെ പക്വതയും വിവരവുമുള്ള ആണുങ്ങളെ കളിയാക്കി ഞങ്ങൾ പെണ്ണുങ്ങൾ വലിയ ആളുകളാണെന്ന് പറഞ്ഞ് നടക്കുന്ന സ്വയംപ്രഭയുടെ 600 രൂപയല്ലേ പോയുള്ളൂ. അത് ഭാഗ്യം. പോയി ജോലി നോക്ക്. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പ് റിപ്പോർട്ട് റെഡിയാക്കി തന്നില്ലെങ്കിൽ സ്വയംപ്രഭ വിവരം അറിയും. ശരി സാർ. പണം സൂക്ഷിക്കാൻ അറിയാത്ത വിഡ്ഢികൾ. എന്താന്ന്? ഹലോ, അതെ. ആ പുഷ്പാകട, നിന്നെ ഞാൻ വിളിക്കാതിരിക്കായിരുന്നേ. പിന്നെ നിന്റെ കടലാസൊക്കെ ഞാൻ ശരിയാക്കിയിട്ടുണ്ടേ. നാളെ രാവിലെ 10 മണിക്ക് പഞ്ചായത്ത് ഓഫീസിലോട്ട് നീ ഒന്ന് ചെന്നാൽ മതി. അവിടെ സദാശിവൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാളുടെ കണ്ടെന്ന് കാര്യം പറഞ്ഞാൽ മതി. ആ പിന്നെ ഒരു 100 രൂപ കൊടുത്തേക്കണേ, അതിന് പിശുക്ക് കാണിക്കല്ലേ. ആ ശരി 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 ശരി. ആഹാ, മോനിറ്റ് സാറല്ലേ വരുന്നേ? നമസ്കാരം സാർ. നമസ്കാരം സാറേ, ഇന്ന് ഏതാണ്ട് 5 മിനിറ്റ് വൈകി. ഓഫീസിൽ നിന്ന് കുറച്ച് കൂടുതൽ ജോലി ഉണ്ടായിരുന്നു. ഉത്തമ, എങ്ങോട്ടാ? എനിക്ക് സഹകരണ ബാങ്കിലെ സെക്രട്ടറി ദാസപ്പ സാറിനെ ഒന്ന് കാണണം. ഒരു പണയത്തിന്റെ കേസാ. ആ പിന്നെ സാറേ, വക്കീലിനെ പറ്റി അബദ്ധം അറിഞ്ഞാണല്ലോ. എന്താ ബന്ധം? വക്കീൽ വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ല സാറേ, വക്കീലിന്റെ പേഴ്സ് കളഞ്ഞു. ആ പുഷ്പ ബേക്കറിൽ ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ് വക്കീല്. പോണ വഴിയിൽ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. നമ്മുടെ മാധവൻകുട്ടിയുടെ കടയിൽ വന്നപ്പോഴാണ് പേഴ്സ് എടുത്തില്ല എന്നുള്ള കാര്യം വക്കീൽ അറിഞ്ഞത്. അപ്പൊ തന്നെ തിരിച്ചും പോയി. പക്ഷെ ബേക്കറിക്കാർ പറയുന്ന അവര് കണ്ടില്ല എന്നാണ്. ഭഗവാനെ, ആ പൈസ പോയോ? വക്കീല് രണ്ടാമത് ബേക്കറി പോയിട്ട് വരുമ്പോ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ വെച്ചാണ് ഞാൻ കണ്ടത്. ആളാകപ്പാടെ വിഷമിച്ച മട്ടില്ല. അവൾ വിഷമിക്കാൻ പോകുന്നതാണോ? മുതിർന്ന ഒരു കാര്യം പറയുമ്പോ കേൾക്കാത്ത അഹങ്കാരികൾക്ക് ഇങ്ങനെയൊക്കെ പറ്റും. വെച്ചിട്ടുണ്ട് അഹങ്കാരം. പറയണ്ടേ? ഇനി ഇത് പറഞ്ഞത് ഞാനാണെന്നറിഞ്ഞ വക്കീല് എന്റെ തന്തയ്ക്ക് വിളിക്കും.
ആ വിദ്യ, ഞാനാ. ശുഫ്, എനിക്കൊരു അബദ്ധം പറ്റി. വൈകിട്ട് കോടതിയിൽ നിന്ന് തിരിച്ചു വരുമ്പോ ഞാൻ ആ കേരള ബേക്കറി കയറി ജ്യൂസ് കുടിച്ചിരുന്നു. തിരിച്ചു പോരാൻ നേരം ആ പേഴ്സ് എടുക്കാൻ മറന്നു. പകുതി വഴിയിലെത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത്. ഞാൻ തിരിച്ചു പോയി നോക്കിയിട്ട് പേഴ്സ് കിട്ടിയില്ല. അവർക്കറിയില്ലെന്ന് അവര് പറയണേ. ആ ശുഫ്, പൈസ സൂക്ഷിക്കേണ്ട കാര്യം മോഹനേട്ടൻ രാവിലെ കൂടി പറഞ്ഞത്. ഇത് അറിഞ്ഞിട്ടുണ്ടെ മോഹനേട്ടൻ എന്നെ ഇന്ന് കൊല്ലും. മോഹനേട്ടൻ വന്നേ വിളിക്കാം. നിന്നോട് രാവിലെ പച്ച മലയാളത്തിൽ ഞാൻ പറഞ്ഞത് പണം അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുത്, പണം അലക്ഷ്യമായി കൈകാര്യം ചെയ്യരുതെന്ന്. അപ്പൊ നീ എന്താ പറഞ്ഞത്? നിന്റെ കയ്യിൽ നിന്നും ഇത്രയും കാലത്തിനിടയ്ക്ക് 1 രൂപ പോലും പോയിട്ടില്ലല്ലോ എന്ന്. ഇപ്പോഴോ? മോഹനേട്ടൻ എങ്ങനെ അറിഞ്ഞു? ഞാൻ അറിഞ്ഞത് എങ്ങനെയും ആയിക്കോട്ടെ. ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയ 2500 രൂപയാണ് നിന്റെ ധിക്കാരം കൊണ്ട് നഷ്ടപ്പെട്ടു പോയത്. ഇനി മാധവൻ കൊണ്ട് കാശ് എങ്ങനെ കൊടുക്കും? അല്ല മോഹനേട്ട, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ. ബേക്കറി കയറി ഒരു ജ്യൂസ് കുടിച്ചു. പേഴ്സിൽ നിന്ന് 50 രൂപ എടുത്ത് കൊടുത്തു. അവിടുത്തെ പൈ 25 രൂപ തിരിച്ചു കൊണ്ടുവന്ന് തരികയും ചെയ്തു. ഞാനത് പേഴ്സ് വെച്ചപ്പോഴാ എനിക്കൊരു ഫോൺ വന്നത്. ഫോൺ സംസാരിച്ചു കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുന്നേറ്റ് പോന്നു. അപ്പൊ ഞാൻ പേഴ്സ് എടുക്കാൻ മറന്നുപോയി. 1 2 രൂപയല്ല, രൂപ 2500 ആണ് ആ പേഴ്സിലുണ്ടായിരുന്നത്. 2500 രൂപയുടെ വില എന്താണെന്ന് നിനക്കറിയാമോ? മോഹനേട്ട, പറ്റിപ്പോയി. 3 ദിവസത്തെ അധ്വാനത്തിന്റെ ഫലമാണ് 2500 രൂപ. ആ കാശ് നീ ഒരു ജ്യൂസ് കുടിച്ചതിന്റെ പേരെ കൊണ്ട് കളഞ്ഞു കുടിച്ചു. ഇത് ഞാൻ സമ്മതിക്കില്ല. മോഹനേട്ട, ഇത്തവണത്തേക്കൊന്ന് ക്ഷമിക്ക്. എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? പോയ 2500 രൂപ തിരിച്ചിട്ടോ? അല്ലെങ്കിൽ തന്നെ നിനക്ക് പണത്തിന്റെ വില അറിയില്ല. 10 50 രൂപയായിരുന്നെങ്കിൽ പോട്ടെ എന്നോർത്ത് സമാധാനിക്കാമായിരുന്നു. ഇതിപ്പോ രൂപ 2500 ആണ്. അതൊരു ശരി സംഖ്യയാണോ? 2500 രൂപ വലിയ സംഖ്യ തന്നെയാ, അതേ സമ്മതിച്ചു. പക്ഷെ എന്തായാലും പറ്റാനുള്ളത് പറ്റിയില്ലേ. ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? കൊള്ള 2500 രൂപ കളഞ്ഞു കുടിച്ചിട്ടും നിനക്കൊരു കുറ്റബോധവുമില്ല. പോട്ടെ. നിനക്കറിയാം ഭാമേ, പണ്ടൊരു ദിവസം കളക്ടറേറ്റിൽ പോകാൻ ബസ്സിൽ കയറിയിരുന്നപ്പോ എന്റെ 100 രൂപ പോക്കറ്റടിച്ചു പോയി. അതിനുശേഷം ഞാൻ പണം കൈകാര്യം ചെയ്യുന്നത് എത്ര സൂക്ഷ്മതയോടെന്ന് അറിയാമോ? പക്ഷെ നിന്റെ കാര്യമോ? അന്ന് 100 രൂപ പോയപ്പോ എനിക്കുണ്ടായ വിഷമം പോലും 2500 രൂപ കളഞ്ഞു കുളിച്ചിട്ട് നിനക്കില്ല. മോഹനേട്ട, ആരും വന്നിട്ടുണ്ട്. ആര് വന്നാലെന്താ? എന്റെ 2500 രൂപയുടെ ഒരു തീരുമാനമായിട്ട് മതി വേറെ എന്തും. അതിലിനി എന്ത് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും? എനിക്ക് ഫീസ് കിട്ടുമ്പോ ഞാൻ തിരിച്ചു തന്നോളാം. അതെന്തിനാ? നീ പറയുന്ന കേട്ടാൽ നിന്റെ പൈസ നിന്റെ പൈസയും എന്റെ പൈസ എന്റെ പൈസയാണെന്ന് തോന്നുമല്ലോ. നീ 2500 രൂപ തന്നാലും പോയ 2500 രൂപ പോയില്ലേ? അല്ല, അത് ആരാണെന്ന് നോക്കുവോ? നോക്കാം. പക്ഷേ ഞാൻ തിരിച്ചു വരുന്നവരെ ഇങ്ങോട്ട് പറ. ഈ വരയില് ഇവിടെ നോളാം. ഇവിടെ അറിയും. അഹങ്കാരി. ആഹാ, എന്റെ ഈശ്വര. നമസ്കാരം സാർ. മാധവൻകുട്ടിയോ? മാധവൻകുട്ടി ഇങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷേ ഇതൊന്നും എന്റെ തെറ്റല്ല. ഒക്കെ ഭാമയുടെ അഹങ്കാരം കൊണ്ടായിരുന്നു. എന്താ സാറേ? മാധവൻകുട്ടിക്ക് തരാനുള്ള 2500 രൂപ രാവിലെ ഞാൻ ഭാമയുടെ കയ്യിൽ കൊടുത്തതായിരുന്നു. പണം വളരെ സൂക്ഷിക്കണമെന്നും പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോൾ അവൾക്ക് പരിഹാസം. ഒടുവിൽ ഇപ്പോൾ എന്തുണ്ടായി? അവളുടെ പേഴ്സ് എവിടെയോ വെച്ച് കളഞ്ഞു പോയി. ഞാൻ അറിഞ്ഞു. വൈകിട്ട് എന്റെ കടയിൽ വന്നപ്പോഴാ പേഴ്സ് പോയ കാര്യം വക്കീൽ അറിഞ്ഞു. അപ്പൊ തന്നെ തിരിച്ചുപോയി. പേഴ്സ് കിട്ടിയോ സാറേ? എവിടെ? തിരിച്ചു ചെന്നപ്പോൾ ആ ബേക്കറിക്കാരൻ പറഞ്ഞു അവർക്ക് അറിയില്ല എന്ന്. അറിയാമെങ്കിൽ അവിടെ സമ്മതിക്കില്ലല്ലോ. ആ പേഴ്സിൽ മാധവൻകുട്ടിക്ക് തരാനുള്ള 2500 രൂപ ഉണ്ടായിരുന്നു. അതവരെടുത്ത് കാണും. അല്ല സാറേ, എന്റെ പൈസ രാവിലെ തന്നെ വക്കീല് തന്നു. വക്കീൽ രാവിലെ കോടതി പോകാൻ പോകുമ്പോ ഞാൻ കട തുറക്കുകയായിരുന്നു. അപ്പൊ തന്നെ എനിക്ക് തരാനുള്ള 2500 രൂപ തന്നിട്ടാ വക്കീല് തിരിച്ചു പോയെ. അപ്പൊ പിന്നെ വൈകിട്ട് മാധവൻകുട്ടിയുടെ കടയിൽ വന്നപ്പോഴാണ് പേഴ്സ് കളഞ്ഞുപോയ കാര്യം അറിഞ്ഞെന്ന് പറഞ്ഞതോ? വൈകിട്ട് വക്കീല് വന്നത് പഞ്ചസാര വാങ്ങാനാ. ഞാൻ പഞ്ചസാര എടുക്കുന്നതിനിടയ്ക്ക് പേഴ്സ് കാണാനില്ല എന്ന് പറഞ്ഞ് വക്കീല് തിരിച്ചുപോയി. പിന്നെ കടയിലേക്ക് വന്നില്ല. ഞാൻ ഈ പഞ്ചസാര ഇവിടെ കൊണ്ട് തരാൻ വന്നതാ. അപ്പൊ മാധവൻകുട്ടിയുടെ പണം കിട്ടി? കിട്ടി സാറേ. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അപ്പൊ ആ 2500 രൂപ പോയില്ലേ? പിന്നെ ഏത് പൈസ പോയത്? ആരായിരുന്നു? മാധവൻകുട്ടി പഞ്ചസാര ഇട്ട് വന്നതാ.
അയ്യോ, മാധവക്കുട്ടിയുടെ കടയിൽ കയറി പഞ്ചസാര വാങ്ങുമ്പോഴാ പേഴ്സിന്റെ കാര്യം ഞാൻ ഓർത്തത്. തിരിച്ചു ചെന്ന് പഞ്ചസാര എടുക്കാൻ ഞാൻ മറന്നുപോയി. അതവിടെ നിൽക്കട്ടെ. നീ മാധവൻകുട്ടിയുടെ പൈസ കൊടുത്തായിരുന്നു? കൊടുത്തു. രാവിലെ ഓഫീസിലേക്ക് പോകുമ്പോ മാധവൻകുട്ടി കട തുറന്നിരുന്നു. അതുകൊണ്ട് അപ്പൊ തന്നെ പൈസ കൊടുത്തിട്ടാ ഞാൻ പോയത്. അത് നീ എന്താ ആദ്യം പറയാതിരുന്നത്? അല്ല മോഹനേട്ടാ, രാവിലെ മോഹനേട്ടൻ പറഞ്ഞില്ലേ തഹസിൽദാര് 4 ദിവസം കൊണ്ട് റിപ്പോർട്ട് തയ്യാറാക്കാൻ പറഞ്ഞത് ഇനി 2 ദിവസം കൊണ്ട് മോഹനേട്ടൻ തീർക്കുന്നു. വലിയ ഭാരമുള്ള ജോലിയാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞ സമയത്തിന് മുന്നേ തീർക്കുമ്പോൾ നമ്മൾ വലിയ ആത്മാർത്ഥതക്കാരാണ് തഹസിൽദാർ വിചാരിക്കൂന്നൊക്കെ. അതുകൊണ്ട് എന്റെ പേഴ്സിൽ ആകെ ഉണ്ടായിരുന്ന 50 രൂപ കൊണ്ടാണ് ഞാൻ ബേക്കറി കയറിയത്. ജ്യൂസ് കുടിച്ചിട്ട് ബാക്കി കിട്ടി 25 രൂപയെ ആ പേഴ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. വേറെ പൈസ ഒന്നും പോയിട്ടില്ല. പക്ഷേ അങ്ങനെ 25 രൂപ പോയിന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും മോഹനോട് എന്നോട് വഴക്കുണ്ടാക്കില്ലേ? അതുകൊണ്ടാ 2500 രൂപ പോയെന്ന് ഞാൻ പറഞ്ഞത്. ഈ 2500 രൂപ പോയിന്ന് പറഞ്ഞിട്ട് 25 രൂപ ശരിക്കും പോയല്ലെന്ന് അറിയുമ്പോ ദേഷ്യത്തെക്കാട്ടിലും സന്തോഷമല്ലേ ഉണ്ടാവുക? മോഹനേട്ടൻ തഹസിൽദാരുടെ അടുത്തിറക്കിയ നമ്പർ തന്നെയാ ഇതും. എന്നാലും 25 രൂപ നിന്റെ അശ്രദ്ധാരണം പോയില്ലേ? അയ്യോ, അത് വീട് 10-50 പോയതെങ്കിൽ അത് പോട്ടെന്ന് വെക്കാറുണ്ടെന്ന് മോഹനേട്ടൻ തന്നെ കുറച്ച് പിന്നെ പറഞ്ഞത്. ഇതിപ്പോ 50 പോലും പോയിട്ടില്ല, 25 രൂപയല്ലേ പോയുള്ളൂ. പണ്ട് മോഹനേട്ടന്റെ പോക്കറ്റ് അടിച്ച് 100 രൂപ പോയില്ലേ? അതൊന്നും ഞാൻ ദേഷ്യപ്പെട്ടിട്ടില്ലല്ലോ. അപ്പൊ എന്റെ കയ്യിൽ നിന്ന് 25 രൂപ പോകുമ്പോ മോഹനേട്ടൻ ഇങ്ങനെ ദേഷ്യപ്പെടാൻ പാടുണ്ടോ? അയ്യോ, ഇനി സത്യമായിട്ട് പൈസ പോകാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഇപ്പൊ ഞാൻ ശരിക്കും പഠിച്ചല്ലോ. പ്ലീസ്, സോറി. തരക്കേടില്ലാത്ത തന്ത്രമാണെന്ന് സമ്മതിക്കാതെ വയ്യ. വലിയ നഷ്ടത്തിന്റെ കഥ പറഞ്ഞതിന് ശേഷം നഷ്ടം തീരെ ചെറുതായിരുന്നു എന്ന് സ്ഥാപിച്ചാൽ ഏത് മോഹനകൃഷ്ണനെയും വരുതിക്ക് നിർത്താമെന്ന് സത്യഭാമ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ഇത്തരം പൊടിക്കൈകൾ ഉപയോഗിക്കാവുന്നതാണ് എന്ന് മാത്രം പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം തുടരുന്നു.